എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 251 പേജ് സൂറത്തുർ റാദിൽ നിന്ന് 14 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ റംലത്ത് കേസി, ഇതെൻ്റെ മകൾ ഷഹാന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അവനോടുള്ളത് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന. അവന് പുറമെ ആരോടെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരാരും അവർക്ക് യാതൊരു ഉത്തരവും നൽകുന്നതല്ല. വെള്ളം തൻ്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തൻ്റെ ഇരു കൈകളും അതിൻ്റെ നേരെ നീട്ടിക്കാണിക്കുന്നവനെ പോലെ മാത്രമാകുന്നു അവർ. അത് വായിൽ വന്നെത്തുകയില്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥന നഷ്ടത്തിൽ തന്നെയാകുന്നു. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വളിലാലുഹും ബിൽ ഗുദുവ്വി വൽ ആസാൽ. അള്ളാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വമനസ്സോടെയും നിർബന്ധിതരായിട്ടും. പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും അവരുടെ നിഴലുകളും അവന് പ്രണാമം ചെയ്യുന്നു. ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർളി ഖുലില്ലാഹ് ഖുൽ അഫത്തഖദ്തും മിൻ ദൂനിഹി ഔലിയാഅ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫഅൻ വലാ ളർറാ ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീറു അം ഹൽ തസ്തവിൽ ളുലുമാതു വൻ നൂർ അം ജഅലൂ ലില്ലാഹി ശുറകാഅ ഖലഖൂ കഖൽഖിഹി ഫതശാബഹൽ ഖൽഖു അലൈഹിം ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ. നബിയെ, ചോദിക്കുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ്? പറയുക, അള്ളാഹുവാണ്. പറയുക, എന്നിട്ടും അവന് പുറമെ അവരവർക്കു തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും തുല്യരാകുമോ? അഥവാ ഇരുട്ടുകളും വെളിച്ചവും തുല്യമാകുമോ? അതല്ല, അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളാക്കി വെച്ചവർ അവൻ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തിയിട്ട് ഇരു വിഭാഗത്തിൻ്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതാവുകയാണോ ഉണ്ടായത്? പറയുക, അള്ളാഹു അത്രേ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്. അവൻ ഏകനും സർവാധിപതിയുമാകുന്നു. അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയതും ബിഖദരിഹാ ഫഹ്തമലസ് സൈലു സബദർ റാബിയ വമിമ്മാ യൂഖിദൂന അലൈഹി ഫിന്നാരി ഇബ്തിഗാഅ ഹില്യത്തിൻ ഔ മതാഇൻ സബദും മിസ്ലുഹു كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അള്ളാഹു ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു. എന്നിട്ട് താഴ്വരകളിലൂടെ അവയുടെ വലുപ്പത്തിൻ്റെ തോത് അനുസരിച്ച് വെള്ളമൊഴുക്കി.
അപ്പോൾ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ വഹിച്ചുകൊണ്ടാണ് വന്നത്. വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ തീയിലിട്ട് കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും അതുപോലുള്ള നുരയുണ്ടാകുന്നു. അതുപോലെയാകുന്നു അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ ആ നുര ചവറായി പോകുന്നു. മനുഷ്യർക്ക് ഉപകാരമുള്ളതാകട്ടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു. അപ്രകാരം അള്ളാഹു ഉപമകൾ വിവരിക്കുന്നു. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചവർക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. അവൻ്റെ ആഹ്വാനം സ്വീകരിക്കാത്തവരാകട്ടെ ഭൂമിയിലുള്ളത് മുഴുവനും. അതോടൊപ്പം അത്രയും കൂടിയും അവർക്ക് ഉണ്ടായിരുന്നാൽ പോലും തങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. അവരുടെ സങ്കേതം നരകമത്രേ. ആ വാസസ്ഥലം എത്ര മോശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.